ഇന്ന് 25ാം പിറന്നാൾ ആഘോഷിക്കുകയാണ് കൈരളി. അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് നിർവൻ? തീർച്ചയായും നമ്മളിപ്പോൾ നിൽക്കുന്നത് പറഞ്ഞു തുടങ്ങിയത് ഡോക്ടർമാർ പ്രതിഷേധ സമരമാണ്. ആനുകാലിക രാഷ്ട്രീയ വിഷയങ്ങൾ ഏത് പ്രശ്നങ്ങളായിരുന്നാലും സങ്കീർണമായ രാഷ്ട്രീയ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ കഴിഞ്ഞ 25 വർഷക്കാലം കൈരളിയുടെ ക്യാമറ കണ്ണുകളിലൂടെ കേരളത്തിൻ്റെ പൊതുരാഷ്ട്രീയം, ഇന്ത്യൻ രാഷ്ട്രീയം, ദേശീയ രാഷ്ട്രീയം, പൊതുജനങ്ങളുടെയും സാമാന്യ മനുഷ്യരുടെയും ജീവിത പ്രശ്നങ്ങൾ ഒക്കെ ഓരോ രാപ്പകലില്ലാതെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള പഴയ പൂർവ്വസൂരികളായിട്ടുള്ള നിരവധി മഹാരാജന്മാർ കടന്നുപോയ ഒരു വലിയ സ്ഥാപനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞാനും പ്രിയുമൊക്കെ ഇന്ന് രാവിലെ ഈ GMK ബുള്ളറ്റിൽ നിൽക്കുന്നത്. നമ്മളിപ്പോൾ പറഞ്ഞത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യം അഭിമുഖീകരിക്കുന്ന വിഷയമാണ്. അതുപോലെ കൈരളിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആമുഖമായി ബിജു മുത്തത്തി ചെയ്ത ആ ഒരു സ്റ്റോറി അടക്കം നമ്മൾ കേട്ടതാണ്. 25 വർഷക്കാലം എന്ന് പറയുന്ന ഒരു മാധ്യമത്തെ സംബന്ധിച്ചിടത്തോളം നിസ്സാര കാലയളവല്ല. ആ കാലയളവിനുള്ളിൽ ഏത് പക്ഷത്തായിരുന്നു കൈരളി എന്ന് ചോദിച്ചാൽ ഈ പുതിയ ചാനൽ സംസ്കാരത്തിൻ്റെയും മാധ്യമ സംസ്കാരത്തിൻ്റെയും കാലത്ത് കൈരളിയുടെ ഇടമെന്ന് പറയുന്നത് ജനങ്ങളുടെ മനസ്സുകളിലെ ഇടമാണ്. കൈരളിക്കൊരു പക്ഷമുണ്ട്. ആ പക്ഷം ഈ വളരെ സാധാരണ മനുഷ്യരായിട്ടുള്ള, നീതി നിഷേധിക്കപ്പെടുന്ന, പാർശ്വവൽക്കരായിട്ടുള്ള സമൂഹത്തിൻ്റെ നാനാവിഭാഗങ്ങളിലുള്ള ജനങ്ങളെ എന്നും കൈപിടിച്ചുയർത്തുന്ന സമീപനം സ്വീകരിച്ച ഒരു സ്ഥാപനമാണ് കൈരളി. ഈ പ്രിയതന നേരത്തെ പറഞ്ഞു, വയനാടിൻ്റെ പ്രത്യേകിച്ച് ദുരന്ത പശ്ചാത്തലത്തിൽ വലിയ ആഘോഷമൊന്നും കൈരളി നടത്തുന്നില്ല. പക്ഷേ വലിയ തരത്തിലുള്ള അടയാളപ്പെടുത്തൽ ഇന്നും കൈരളി നടത്തുന്നുണ്ട്. ഇന്ന് സെമിനാർ സംഘടിപ്പിച്ചിട്ടുണ്ട്. ആ സെമിനാർ ഉദ്ഘാടനം ചെയ്യുന്നത് ആദരണീയനായ മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. കൈരളിയുടെ MD ആയിട്ടുള്ള ജോൺ ബ്രിട്ടാസ് MPയും കൈരളിയുടെ പ്രധാനപ്പെട്ട ചുമതലക്കാരൊക്കെ തന്നെ ആ പരിപാടിയിൽ പങ്കെടുക്കും. ഒപ്പം തന്നെ ആദരണീയനായ മുൻ പ്രതിപക്ഷ നേതാവ് MLA ആയിട്ടുള്ള രമേശ് ചെന്നിത്തലയാണ് പങ്കെടുക്കുന്ന മറ്റൊരാൾ. വലിയ തലസ്ഥാനത്തെ മേയർ അടക്കമായിട്ടുള്ള പ്രധാനപ്പെട്ട പൗരപ്രമുഖരൊക്കെ ആ പരിപാടിയിൽ പങ്കെടുക്കും. മാധ്യമ സെമിനാറും ആ പരിപാടിയുമായി ബന്ധപ്പെട്ട് സംഘടിപ്പിച്ചിട്ടുണ്ട്. ആ സെമിനാറിലടക്കം വിവിധ വിഷയങ്ങൾ ഉയർന്നു വരും. മാധ്യമരംഗത്ത് ഇന്ന് മാധ്യമപ്രവർത്തനം രംഗത്തെ സമകാലിക രാഷ്ട്രീയ വിഷയങ്ങളൊക്കെ തന്നെ സ്വാഭാവികമായി ഉയർന്നു വരും. കൈരളിയെ സംബന്ധിച്ച് നാം തന്നെ ഈ പറയുന്ന നമ്മളിപ്പോൾ ഈ റിപ്പോർട്ടിംഗ് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരെ സംബന്ധിച്ച് ഈ 25 വർഷത്തെ ഒപ്പം സഞ്ചരിച്ച നിരവധി പേർ, എല്ലാ തരത്തിലും പിന്തുണ നൽകിയവർ, എല്ലാ കോണിൽ നിന്നും വലിയ തരത്തിൽ ഈ കൈരളിയെ പോലത്തെ ഒരു മാതൃക എന്ന് പറയുന്നത് ഇതുപോലത്തെ ഒരു മാതൃക ഉണ്ടാകാൻ ഒരിക്കലും സാധ്യതയില്ല. കാരണം 2.5 ലക്ഷത്തോളം വരുന്ന സാധാരണ മനുഷ്യരുടെ ഷെയറിൽ നിന്ന് ജനങ്ങളുടെ ഒരു ചാനലായി ഉയർന്നു വരുന്നു. കൈരളി അന്ന് ഉണ്ടായിരുന്ന ചാനൽ സംസ്കാരത്തെ മുഴുവൻ മാറ്റിമറിച്ചുകൊണ്ട് പുതിയൊരു ഇടത്തിലേക്കാണ് കൈരളി കടന്നു വന്നത്. കൈരളി നടത്തിയ പ്രോഗ്രാമുകളെക്കുറിച്ച് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരുടെ മനസ്സിലേക്ക് ഓരോന്നും ഓടി വരുന്നുണ്ടായിരുന്ന ഗന്ധർവ സന്ധ്യയാകട്ടെ, അശ്വമേധം പോലത്തെ പരിപാടിയാകട്ടെ, സിംഫണി ആകട്ടെ, വിവിധ സിനിമയുമായി ബന്ധപ്പെട്ട വിവിധ കലാപരിപാടികളാകട്ടെ, പ്രത്യേക കലാരൂപങ്ങളെ സംബന്ധിച്ച് ഇപ്പോൾ കഥാപ്രസംഗവും കവിതയും മാമ്പഴം പോലെയുള്ള പരിപാടികൾ, അങ്ങനെ മലയാളിയുടെ മനസ്സുകളിൽ ചിരപ്രതിഷ്ഠ നേടിയ നിരവധി പ്രോഗ്രാമുകളുടെ തുടക്കം എന്ന് പറയുന്നത് കൈരളിയായിരുന്നു. ആ കൈരളിയുടെ ഭാഗമായി 25 വർഷം പൂർത്തിയാകുന്ന കൈരളിയുടെ ഭാഗമായി നിൽക്കാൻ കഴിയുന്നു. രാവിലെ തന്നെ ജനങ്ങളോട് ഇന്നത്തെ വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നു എന്നുള്ളതിൽ ഏതൊരു മാധ്യമ പ്രവർത്തകനെ പോലെ കൈരളി ഒരു ജീവൻ്റെ ഭാഗമായി കൈരളിയുടെ പ്രിയ പ്രേക്ഷകർക്കൊപ്പം നിൽക്കാൻ കഴിയുന്നു എന്നുള്ളത് വലിയ അഭിമാനം കൂടിയുണ്ട്. പ്രിയ, തീർച്ചയായും അതുതന്നെയാണ്. ഏറെ അഭിമാന നിമിഷമാണ് ഞങ്ങളെ സംബന്ധിച്ച്. നിർവൻ പറഞ്ഞതുപോലെ, നിർവൻ റിപ്പോർട്ട് ചെയ്യാൻ രാവിലെ എത്തിയതുപോലെ എനിക്കും ഇന്ന് ഈ ഗുഡ് മോർണിംഗ് കേരള അവതരിപ്പിക്കാൻ സാധിച്ചു. അത് ഏറെ അഭിമാനവും സന്തോഷവും നൽകുന്നൊരു കാര്യമാണ്. ഇന്നത്തെ ദിവസം തന്നെ നിങ്ങൾക്ക് മുമ്പിലേക്ക് രാവിലെ എത്താൻ കഴിഞ്ഞല്ലോ. അതിനൊപ്പം ഈ പറഞ്ഞതുപോലെ പ്രേക്ഷകർ സ്വീകരിച്ച പ്രേക്ഷകരുടെ ചാനലായ കൈരളിയെ ഏറ്റെടുത്ത നിങ്ങൾ ഓരോരുത്തരുമാണ് അതിൻ്റെ വിജയശില്പികൾ എന്ന് പറയേണ്ടിയിരിക്കുന്നു.